ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോണത് ബട്ടർ നാനാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 3 ടീസ്പൂൺ ഇളം ചൂടുവെള്ളം, 1 ടീസ്പൂൺ പഞ്ചസാര, 1.5 ടീസ്പൂൺ ഈസ്റ്റ്, ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഈസ്റ്റ് പൊന്തി വരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. 1 കപ്പ് പാല്, അതിലേക്ക് 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുക. പാലൊന്ന് ചൂടായി ബട്ടർ നന്നായി മിക്സ് ആയി വന്നതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 5 കപ്പ് മൈദ. നമുക്ക് വീട്ടിൽ 4-5 പേരേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് 3 കപ്പ് മൈദ എടുത്താൽ മതി. അംഗസംഖ്യ കൂടുതലുണ്ടെങ്കിൽ 5 കപ്പ് മൈദ എടുക്കാം. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക, 2 ടീസ്പൂൺ പഞ്ചസാര, 3/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ നമ്മൾ മാറ്റി വെച്ച ബട്ടറും പാലും ചേർത്തുള്ള മിക്സ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, മാറ്റിവെച്ച ഈസ്റ്റ്, ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ടീസ്പൂണൊക്കെ മാറ്റി കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ മൈദ ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യുക. ഒരു നനഞ്ഞ തുണി കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം വെച്ച് നമുക്ക് 1.5-2 മണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കണം. അപ്പോൾ മാവൊക്കെ നന്നായി വീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞു. മാവൊക്കെ നന്നായി വീർത്തു. അതിനുശേഷം നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്കത് പരത്തിയെടുക്കാം. ഇതിൻ്റെ ഇപ്പോൾ റൗണ്ട് ഷേപ്പൊന്നും വേണമെന്നില്ല. ബട്ടർ നാൻ ഇപ്പോൾ ഏത് ഷേപ്പായാലും കുഴപ്പമില്ല, നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നന്നായി പരത്തിയതിന് ശേഷം നമുക്കതൊന്ന് ചെരിച്ച് കട്ട് ചെയ്തെടുക്കാം. ചെരിച്ച് കട്ട് ചെയ്ത ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്കത് 2 സൈഡും അകം പുറം തിരിച്ച് മറിച്ചിട്ട് നമുക്കത് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കത് സൈഡൊക്കെ വീർത്ത് വരും. അപ്പോൾ നമ്മൾ അങ്ങനെ അകവും പുറവും 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് നമുക്കത് ചുട്ടെടുക്കാം. അങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ, ഫുൾ ഉണ്ടാക്കിയിട്ടില്ല. നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ ബൈചേട്ടന് പിള്ളേർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കട്ടെ. കുറച്ച് ചിക്കൻ കറി കൂട്ടിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ആപ്രൂവിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ ആപ്രൂവിന് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ആൻഡ്രയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണു. അവൾക്കും ഇഷ്ടപ്പെട്ടു. ഇനി ബൈചേട്ടൻ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ബൈചേട്ടൻ്റെ റിസൾട്ട് എന്താണെന്നറിയാം. ബൈചേട്ടനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. എനിക്കും ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ഇടയ്ക്ക് ഒരു ചപ്പാത്തിയോ പൊറോട്ട കഴിക്കുന്ന പകരം ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.